Praise be to God Almighty, Father, Son, and Holy Spirit, now and forever and ever. Amen. In the post weeks of the Holy Pentecost, quite repetitively we see the passages which connected to the commissioning of the apostles. അപ്പോസ്തലന്മാരെ യാത്ര അയക്കുന്ന, അവർ തിരികെ വന്ന് കർത്താവിനോട് എപ്രകാരം അവരുടെ ശുശ്രൂഷകൾ നിർവഹിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. First of all, we see something really contradictory which will be hard and difficult for us to accept. അതായത്, ഞാൻ സമാധാനം ഉണ്ടാക്കുവാനല്ല വന്നിരിക്കുന്നത്, വാളാണെന്ന് പറയുന്നു. അത് പ്രാഥമികമായി ആദ്യ വായനയിൽ നമുക്കത് പ്രയാസമായി വരും, അത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളും പറയുന്നുണ്ട്. എത്തരത്തിലുള്ള വാട്ട് കൈൻഡ് ഓഫ് കോൺഫ്ലിക്ട്സ് ദാറ്റ് വിൽ അറൈസ് ബിക്കോസ് ഓഫ് മീ എന്ന് പറയുന്നു. And then it is being said that it is sword that I bring. But obviously, when we start understanding that the sword is the word of God, the sword is the incarnated word of God that compensates everything, that compensates all anxieties about division. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാള് ദൈവവചനമാണ്. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്, ഡബിൾ എഡ്ജ്ഡ് സോഡ് എന്ന് വരെ പറയുന്നുണ്ട്. It pierces through the hearts and minds of nations. ചരിത്രത്തിലൂടെ അത് വെളിവാക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് അവിടെ വൈരുദ്ധ്യത്തിൻ്റെയോ ആകാംക്ഷയുടെയോ ആവശ്യമില്ല. മറിച്ച് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ഒരുപക്ഷെ പരസ്പരം ഉൾക്കൊള്ളുവാൻ, പരസ്പരമല്ല, ആ സത്യത്തെ, ആത്യന്തികമായ ദൈവവചനം എന്ന സത്യത്തെ ഉൾക്കൊള്ളുവാൻ ലോകം പരാജയപ്പെടുന്നുവെന്നുള്ള സൂചന നാം അവിടെ കാണുന്നുണ്ട്. ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു. അത് ഇന്നും എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ കൺമുൻപിൽ കാണുന്ന വലിയ സത്യങ്ങളിലൊന്നാണ്. കാരണം ദൈവവചനമാകുന്ന സത്യത്തെ പുറം ലോകത്തിൻ്റെ സത്യങ്ങൾ കൊണ്ട് മൂടി വയ്ക്കുവാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് പ്രയാസങ്ങളുണ്ടാവുകയും ക്ലേശങ്ങളുണ്ടാവുകയും വൈരുദ്ധ്യങ്ങളുണ്ടാവുകയും ചെയ്യുന്ന കാലം അന്നതുപോലെ ഇന്നും നമ്മുടെ കൺമുൻപിൽ വരച്ചു കാട്ടപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സത്യമാകുന്ന ദൈവവചനമാകുന്ന ഇരുവായ്ത്തലയുള്ള വാളിനെ ജീവിതത്തോട് മുറുകെ പിടിക്കുക, ലോകത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നുള്ള നമുക്ക് നൽകുന്ന വ്യത്യസ്തതകളെ, വ്യതിരിക്തതകളെ ശ്രദ്ധാപൂർവം തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്, സ്വീകാര്യതയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എങ്ങനെ എന്നെ സ്വീകരിക്കുന്നവർ ദൈവത്തെ സ്വീകരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു. ഒരു പ്രവാചകനെ പോലെ സ്വീകരിക്കുന്നവർ പ്രവാചകൻ്റെ അനുഗ്രഹം. ഇങ്ങനെ ക്രമാനുഗതമായി സ്വീകരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് ശുശ്രൂഷയിൽ കാണുന്ന തിരസ്കരണങ്ങളുമുണ്ട്. അവയും വൈരുദ്ധ്യമായി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് പരസ്പര പൂരകമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. സ്വീകരിക്കുന്നവർ ആരാണ് എന്ന് എടുത്തു മനസ്സിലാക്കുവാൻ നമുക്ക് അവിടെയും സാധ്യമാകും. ഹൂ ഈസ് റിസീവിങ് ഹിം, who is receiving the gospel, who is receiving his disciples. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നുണ്ട്, even if they give a glass of water, even to that effect, that will be rewarded. അത് വളരെ വ്യക്തതയോട് പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദിമസഭയിലെ പല എഴുത്തുകളിലും we see this habitual hospitality. ആ ഒരു പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്വഭാവപരമായ ആതിഥേയത്വം കാണുന്നുണ്ട്, സ്വീകാര്യതകൾ കാണുന്നുണ്ട്. വരുന്നവർ അപരിചിതരായിരിക്കും, പക്ഷെ അവരെ എപ്രകാരമാണ് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്നത് എന്നുള്ളത് ആദിമസഭയുടെ സ്വഭാവത്തിൻ്റെ മുഖമുദ്രയായി നമുക്ക് എടുത്ത്
കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. ഹാബിച്വൽ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് പുതിയ നിയമ പദം റോമർക്ക് എഴുതിയ ലേഖനത്തിലും എബ്രായ ലേഖനകർത്താവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിലോക്സീനിയ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ലവ് ടുവേർഡ്സ് ദി സ്ട്രേഞ്ചർ, the one who brings gospel to us. It doesn't matter whether the person is a stranger or not. Unconditional love. പക്ഷേ ഇഹലോകത്തിൻ്റെ പ്രമാണം അവിടെയും തികച്ചും വ്യത്യസ്തമാണ്. അത് ലോകത്തിന് സുവിശേഷത്തിലില്ലാത്തൊരു പദമുണ്ട്, ക്സിനോഫോബിയ എന്ന് പറഞ്ഞത്. നമുക്ക് ഒക്കെ അറിയാവുന്നൊരു കാര്യമാണ്. അപരിചിതരോടുള്ള ഭയം, അകാരണമായ ഭയമുണ്ടാകുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഭയന്നാണ് ജീവിക്കുന്നത്. അപരിചിതത്വമുള്ള സാഹചര്യങ്ങൾ, അപരിചിതമായ മുഖങ്ങൾ നമ്മൾ സംശയത്തോടെ ആയിരിക്കും എപ്പോഴും നോക്കുന്നത്. നമുക്ക് പ്രയാസമാണ് ഉൾക്കൊള്ളുവാനും. ക്സിനോഫോബിയയുടെ കാലഘട്ടമാണ്. അതെല്ലായിടത്തും, ഔദ്യോഗിക മേഖലകളിലും പ്രവർത്തന മേഖലകളിലും സമൂഹത്തിലും സഭയ്ക്കുള്ളിലും എല്ലാം നാം കാണാറുണ്ട്. അവർ അപ്രിഹെൻഷൻസ്, അവർ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദി സ്ട്രേഞ്ചേഴ്സ്, warning notes that we bear on within our mind. That happens. We cannot blame anybody because that is the nature and the characteristics and the context of the present time. Our apprehension cannot be blamed because we are xenophobic. But the principle of gospel overrides everything. Precisely, we have a takeaway message here. When we have disruptions, disparity, contradiction within the church communities that we serve, wherever that we are, if we see hard-hearted, non-reconciliatory minds, there lies a point that gospel principles are not being followed. It is not that it is a truth that there will be stumbling blocks coming up like this, but at the same time, the reason is being stated that it is because that we can't bear the sword, the true sword of the word of God, which will pierce down into our heart. ഹൃദയത്തെ കീറി മുറിക്കുന്ന, നമ്മളെ അനുതാപത്തിലേക്കും സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ്സിലേക്കും ഉപാധികളൊന്നുമില്ലാത്ത ക്ഷമയുടെ ആത്മാവിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന, നമ്മുടെ ഹൃദയത്തെ അനുതാപം കൊണ്ട് മുറിക്കുന്ന വേദത്തിൻ്റെ വാള് നാം സ്വീകരിക്കുവാൻ നമുക്ക് തയ്യാറാകുന്നില്ല എങ്കിൽ നാം കർത്താവിനെ അല്ല സ്വീകരിക്കുന്നത്. ഇവിടെ പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മളുടെ സുവിശേഷത്തിൻ്റെ പാഠം ഇതായിരിക്കട്ടെ. നമ്മൾക്കായി Christ has given a sword, which is a powerful sword, which is the word of God, which will touch and which will pierce through the hearts of us, all of us, which will certainly lead us into repentance. Let us move forward in all good blessings. May God bless us. നമ്മൾ ഇന്ന് ജൂൺ മാസം 6-ാം തീയതി പുണ്യശ്ലോകനായ ഔഗ്യന്മാർ ദിവനാസിസ് മെത്രാസിൻ്റെ തിരുമേനിയുടെ ഓർമ്മ കൂടി നിർവഹിക്കുന്നു. നമുക്ക് പുണ്യശ്ലോകനായ പിതാവിനെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.